നമ്മൾ ഈ ഒരു ബുക്കിൻ്റെ റിവ്യൂ ഓൾറെഡി ചെയ്തതാണ്. ബിൽഡ് ഡോണ്ട് ടോക്ക്, രാജ് ശർമാനിൻ്റെതാണ്. ഈ ഒരു പുസ്തകത്തിൽ ഒരുപാട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. അതിൽ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിരുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നമുക്ക് വേഴ്സ്റ്റ് ആയിട്ട് നമ്മൾ ചെയ്യാൻ ചാൻസസ് ഉള്ള 5 ഫൈനാൻഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ്സ് ആണ്. അത് നമ്മുടെ ലൈഫിൽ നമ്മൾ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത 5 ഫൈനാൻഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ്സ് ആണ്. അതിൽ ഇദ്ദേഹം ആദ്യം ബുക്ക് കൈമിൽ വെച്ചുകൊണ്ട് തന്നെ പറയുന്നത് ഒന്ന് വിട്ടുകൊടുക്കാനാണ്. ആദ്യം ഇദ്ദേഹം പറഞ്ഞത് റെഗുലർ മ്യൂച്വൽ ഫണ്ട് എന്നാണ്. അതായത് എപ്പോഴും പറഞ്ഞതാണ് നമ്മൾ പരസ്യം കാണുന്നതാണ് മ്യൂച്വൽ ഫണ്ട്, സഹി ഹേ മ്യൂച്വൽ ഫണ്ട്, അതാണ് മ്യൂച്വൽ ഫണ്ട്, വെൽത്ത് ക്രിയേറ്റ് ചെയ്യുക അങ്ങനെയൊക്കെ പറയുന്നുണ്ടല്ലേ. പക്ഷേ ഇതിൽ ഫസ്റ്റ് ഇദ്ദേഹം പറഞ്ഞത് റെഗുലർ മ്യൂച്വൽ ഫണ്ട് ഒഴിവാക്കുക എന്നുള്ളതാണ്. അതായത് ബേസിക്കലി മ്യൂച്വൽ ഫണ്ട്സ് 2 ടൈപ്പ് ഉണ്ട്, റെഗുലറും ഉണ്ട് ഡയറക്റ്റും ഉണ്ട്. റെഗുലർ എന്ന് പറയുന്നത് ഇതിൽ ഇടയിൽ ഇടനിലക്കാരൊക്കെ നിന്നുകൊണ്ട് നമ്മൾ അവർ ത്രൂ ഈ ഒരു സംഭവം നമ്മൾ മ്യൂച്വൽ ഫണ്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് 1-2% ഒക്കെ കമ്മീഷൻ കൊടുക്കുന്ന ഒരു സംഭവമാണിത് റെഗുലർ മ്യൂച്വൽ ഫണ്ട് എന്ന് പറയുന്നത്. പിന്നെ നമുക്കുള്ളതാണ് ഡയറക്റ്റ് മ്യൂച്വൽ ഫണ്ട്. ഈ ഡയറക്റ്റ് മ്യൂച്വൽ ഫണ്ട് നമ്മൾ എന്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ഈ ഒരു നമ്മളെ ഇൻകത്തിൻ്റെ മുകളിൽ നമ്മളൊരു എക്സ്ട്രാ പേയ്മെൻറ്റോ കാര്യങ്ങളോ കൊടുക്കേണ്ട ആവശ്യം വരുന്നില്ല. അപ്പോൾ എപ്പോഴും റെഗുലർ മ്യൂച്വൽ ഫണ്ടുകൾ എന്താക്കുക, നിങ്ങൾ ഒഴിവാക്കാൻ വേണ്ടി ശ്രമിക്കുക എന്ന് പറഞ്ഞത്. രണ്ടാമത് ഇദ്ദേഹം പറഞ്ഞത് പ്രൊഡക്റ്റിൽ ഒരിക്കലും എന്താക്കരുത്, ഇൻവെസ്റ്റ് ചെയ്തെന്ന് പറഞ്ഞത്. അതായത് പ്രൊഡക്റ്റ് ഇപ്പോൾ എക്സാമ്പിളായിട്ട് ഗോൾഡിൽ ഒരിക്കലും ഇൻവെസ്റ്റ് ചെയ്തെന്ന് പറഞ്ഞത്. ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഉദ്ദേശം എന്ന് വെച്ചാൽ നിങ്ങൾ ഗോൾഡിനെ ഒരു ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ട് കാണുകയാണെന്നുണ്ടെങ്കിൽ ജ്വല്ലറീസിൽ ഒരിക്കലും എന്താക്കരുത്, നിങ്ങളത് കൊണ്ടിട്ട് പൈസ കളയരുത്. നിങ്ങൾക്ക് നല്ലൊരു ആഭരണം ഇട്ട് നടക്കണം, നിങ്ങൾക്കത് കാണിച്ച് നടക്കണം, അങ്ങനത്തെ അല്ലെങ്കിൽ അത് ഇട്ടിട്ട് നിങ്ങൾക്ക് ഒരു ഭയങ്കര കോൺഫിഡൻസ് കിട്ടുന്നുണ്ട്, അങ്ങനത്തെ ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് നിങ്ങൾക്ക് വാങ്ങാം, നിങ്ങളുടെ പൈസ നിങ്ങൾക്ക് വാങ്ങാം. പക്ഷെ അതിനൊരു ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ട് കാണുകയാണെങ്കിൽ ഒരിക്കലും പ്രൊഡക്റ്റ് ആയിട്ട് വാങ്ങിയേക്കരുത്. അതിനെ ഡിജിറ്റലിയോ അല്ലെങ്കിൽ അതിൻ്റെ എന്തെങ്കിലും ബോണ്ടുകളായിട്ടോ അല്ലെങ്കിൽ ഗോൾഡ് മ്യൂച്വൽ ഫണ്ടുകളായിട്ടോ അങ്ങനെ ഗോൾഡ് ഡയറക്റ്റ് മ്യൂച്വൽ ഫണ്ടുകളായിട്ട് എന്താക്കുക, വാങ്ങി വെക്കുക. അല്ലാണ്ട് പ്രൊഡക്റ്റായിട്ട് എന്താക്കരുത്, ഒരിക്കലും വാങ്ങരുത് എന്ന് പറയുന്നത്. മൂന്നാമത് ഇദ്ദേഹം പറയുന്നത് ULIPസിൽ ഒരിക്കലും എന്താക്കരുത്, ഇൻവെസ്റ്റ് ചെയ്യരുത്. അതായത് ചില ULIP എന്ന് പറയുന്നത് യൂണിറ്റ് ലിങ്ക്ഡ് ഇൻഷുറൻസ് പ്ലാൻ എന്നാണ്. അത് ചില പ്ലാനുകൾ നമ്മൾ കേട്ടിട്ടുണ്ടാവും. ഇൻഷുറൻസ് പ്ലാൻ എടുക്കുകയാണെങ്കിൽ അതിൻ്റെ കൂടെ തന്നെ നമുക്ക് എന്ത് കിട്ടും, നമുക്കൊരു ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ട് കാണാമെന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള പ്ലാനുകളുണ്ടാവും. അതായത് നമ്മൾ ഇൻഷുറൻസ് ഇങ്ങനെ അടയ്ക്കുന്ന സമയത്ത് ഇത്ര ടൈം കൊണ്ട് നമുക്കത് എടുക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ നമുക്കതൊരു ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ട് റിട്ടേൺ ആയിട്ട് കിട്ടും. ഇങ്ങനത്തെ സംഭവങ്ങളുണ്ട്. ഇതിനൊരു പ്രശ്നം എന്താ വെച്ചാൽ ഇതിന് നോർമൽ ജസ്റ്റ് ഇൻഷുറൻസ് മാത്രം വെച്ചിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ അതിനേക്കാൾ ഹൈ പ്രീമിയം ആയിരിക്കും ഉണ്ടാവുക. രണ്ടാമത്തത് ഇത് നമുക്ക് കിട്ടുന്ന എമൗണ്ട് ഉണ്ടല്ലോടാ, അത് വളരെ കുറവായിരിക്കും. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഇതിൽ തന്നെ പറയുന്നുണ്ട്, നമുക്കിപ്പോൾ ഒരു 20,000 ഒരു പ്രീമിയം ഉള്ള ഒരു ലോൺ നമ്മൾ ഇൻഷുറൻസ് മാത്രമാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ നമുക്കതിന് ചിലപ്പോൾ ഒരു 40 lakh വരെ നമുക്ക് എന്ത് കിട്ടും, ഇൻഷുറൻസ് കവർ കിട്ടും. പക്ഷേ ഇത് രണ്ടും കൂടിയുള്ള ഒരു സംഭവം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 20,000 ചിലപ്പോൾ 10 lakhൻ്റെ ഇൻഷുറൻസ് കവറേ കിട്ടുള്ളൂ. അപ്പോൾ ആ ഒരു കമ്പാരിസൺ, ആ ഡിഫറൻസ് കിട്ടില്ല. അപ്പോൾ അതിനെക്കൊണ്ട് എന്ത് പറയുന്നത്, ULIPസിലൊന്നും ഒരിക്കലും എന്താക്കരുത്, നമ്മളൊരു ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ട് കാണരുത്. നാലാമത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് പെന്നി സ്റ്റോക്കിലൊന്നും ഒരു കാരണവശാലും നിങ്ങൾ എന്താക്കരുത്, ഇൻവെസ്റ്റ് ചെയ്യരുത്. അതായത് എസ്പെഷ്യലി ട്രേഡിങ്ങിലേക്ക് എൻ്റർ ചെയ്യുന്ന ആൾക്കാരുണ്ടെങ്കിൽ ആ ഭാഗം തിരിഞ്ഞു നോക്കണ്ട. നമ്മളെല്ലാവരും ചിന്തിക്കുന്ന കാര്യമാണ് പെന്നി സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ എന്താ, അതായത് 1 രൂപ 2 രൂപ ബേസിക്കലി ഒരു 5 രൂപേൻ്റെ താഴത്തുള്ള സ്റ്റോക്കാണ് നമുക്ക് എന്താക്കുക, പെന്നി സ്റ്റോക്ക് എന്ന് വിളിക്കാം. നമ്മളെന്താ തിങ്ക് ചെയ്യാന്നറിയാം, പെന്നി സ്റ്റോക്ക് അല്ലേ, 2 റുപ്യല്ലേ ഉള്ളൂ, നമുക്കൊരു 1000 റുപ്യ കൊടുത്തു കഴിഞ്ഞാൽ ഇത്ര എണ്ണം നമുക്ക് കിട്ടൂലേ. അപ്പോൾ അങ്ങനത്തെ ഒരു കോൺസെപ്റ്റ് നമുക്ക് വരിക. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് വെച്ചാൽ പെന്നി സ്റ്റോക്കായിട്ട് നിൽക്കാൻ അവിടെ എന്തുണ്ട്, കാരണങ്ങളുണ്ട്. 1000-ൽ 1-2 മാത്രമേ ഇത് വളരാൻ ചാൻസേ ഉള്ളൂ. നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, ഞാൻ പറഞ്ഞില്ല, നിങ്ങൾക്ക് കിട്ടുന്ന ഇൻകത്തിനെ നിങ്ങൾക്ക് കാറ്റഗറി ചെയ്യാം. ഒരു 50% നിങ്ങൾ എന്താക്കുക, ട്രേഡിങ്ങിലേക്ക്, നിങ്ങൾ സ്റ്റോക്ക് ട്രേഡിങ്ങിലേക്ക് കൊടുക്കുക. ഒരു 30% നിങ്ങൾക്ക് വേണമെങ്കിൽ ക്രിപ്റ്റോയിലേക്കോ അല്ലെങ്കിൽ അങ്ങനത്തെ സാധനത്തിലേക്ക് കൊടുക്കാം. ഒരു 10% നിങ്ങൾക്ക് എന്താക്കാം, മെറ്റൽസിലേക്ക് കൊടുക്കാം. ബാക്കി വരുന്ന ഒരു 10%ഓ അല്ലെങ്കിൽ അങ്ങനെയുള്ള ചെറിയ എമൗണ്ട് മാത്രം എന്താക്കുക, നിങ്ങൾ ഈ പറഞ്ഞ പെന്നീസിലോ എവിടെ വെച്ചോട്ടോ. കാരണം അങ്ങനെയാണെങ്കിൽ ലോസ് ഒന്നും നഷ്ടമില്ലല്ലോ. അതായത് നിങ്ങൾക്ക് ചിലപ്പോൾ പെന്നി സ്റ്റോക്ക് ഒരു ബൂമിങ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചിലപ്പോൾ 100x നിങ്ങൾക്ക് റിട്ടേൺസ് കിട്ടും, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു 10% ചിലപ്പോൾ പോകാൻ ചാൻസ് ഉള്ളൂ. അപ്പോൾ അതിനെക്കൊണ്ടാണ് എന്താക്കരുത്, പെന്നി സ്റ്റോക്കിലേക്ക് പൊഴുതു പറയാൻ കാരണം. അഞ്ചാമത്തെ കാര്യം, ഈ ലോട്ടറി അല്ലെങ്കിൽ ക്വിക്കായിട്ട് പൈസ ഉണ്ടാക്കുക എന്നുള്ള കുറേ സ്കീമുകളുണ്ടാവും. അതായത് നമ്മൾ ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ആൾക്കാരെ ചേർത്താൽ മതി, ആ സംഭവമില്ലേ, അങ്ങനത്തെ സ്കീമുകളുണ്ട്. പിന്നെ അതുപോലെ തന്നെ ലോട്ടറി എടുത്ത് പൈസ ഉണ്ടാക്കാം, അല്ലെങ്കിൽ 10 ലക്ഷം റുപ്യ എന്നാൽ ഡെയിലി 5000 വെച്ച് നിങ്ങൾക്ക് കിട്ടും. ഇങ്ങനത്തെ സ്കീമുകളുണ്ടല്ലോ, ഇതൊന്നും ഒരു കാരണവശാലും തലവെക്കാൻ നിൽക്കരുത്. ആദ്യമൊക്കെ ചിലപ്പോൾ കുറച്ച് പൈസ കിട്ടായിരിക്കും, പിന്നെ നിങ്ങളെ പൈസയും കൊണ്ട് അവർ പോകും. 99 100% ഉറപ്പാണ് നിങ്ങളെ പൈസയും കൊണ്ട് അവർ പോകും. ഓക്കെ, അപ്പോൾ അങ്ങനത്തെ സിറ്റുവേഷനിലേക്കോ അങ്ങനത്തെ കാരണത്തിലേക്കോ ഒന്നും പോകാൻ നിൽക്കണ്ട. ഈ ഒരു 5 എണ്ണമാണ് രാജ് ശർമാനി ഇതിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു 5 എണ്ണം നോക്കിയ സമയത്ത് എനിക്ക് സത്യം പറഞ്ഞാൽ റിലേറ്റ് ചെയ്യാൻ പറ്റുള്ള 5 കാര്യങ്ങളാണ്. ഇതിലേക്കൊന്നും ഒരിക്കലും എന്താക്കരുത്, നിങ്ങൾ ട്രൈ ചെയ്യരുത്. കാരണം ഇതിലിപ്പോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഗെറ്റ് റിച്ച് സ്കീം ഞാൻ ട്രൈ ചെയ്ത് നോക്കിയ സാധനമാണ്, എനിക്ക് പാളിപ്പോയ സംഭവമാണത്. അതുപോലെ തന്നെ പെന്നി സ്റ്റോക്ക് ഞാൻ ട്രൈ ചെയ്ത് നോക്കിയ സാധനമാണ്, പാളിപ്പോയ സാധനമാണ്. ULIP പിന്നെ ഞാൻ അങ്ങനെ നോക്കിയിട്ടില്ല.
പിന്നെ ഗോൾഡിൽ ഞാൻ അങ്ങനെ ഇൻവെസ്റ്റ് ചെയ്തില്ല. റെഗുലർ മ്യൂച്വൽ ഫണ്ടിൽ എനിക്കൊരു മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട്. അതായത് ഞാൻ ഡയറക്റ്റിന് പകരം എനിക്കിതിനെപ്പറ്റി അധികം അറിയാത്ത സമയത്ത് ഞാൻ എന്താക്കിയിട്ടുണ്ട്, റെഗുലർ മ്യൂച്വൽ ഫണ്ടിൽ ഇട്ടിട്ട് കുറച്ച് പൈസ അങ്ങനെ പോക്കിയിട്ടുണ്ട്. അപ്പോൾ ഇത് വായിച്ച് നോക്കിയ സമയത്ത് എനിക്ക് ഒരുപാട് റിലേറ്റ് ചെയ്യാൻ പറ്റി. അതിനെക്കൊണ്ടാണ് ഞാൻ ഒരു വീഡിയോ ചെയ്യാൻ കാരണം. അപ്പം ഇത് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ എന്താക്കരുത്, ഈ ഒരു 5 ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻസ് ഒന്നും എടുക്കാൻ നിൽക്കരുത്. ഈ 5 കാര്യങ്ങൾ ലൈഫിൽ നിന്ന് എടുത്ത് മാറ്റിക്കോളാം. ഓക്കെ, എല്ലാ ആൾക്കാരും എന്ത് ചെയ്യണം, എവിടെ വാങ്ങണം എന്ന് പറയുന്നുണ്ട്. പക്ഷേ ഇതിൽ നമുക്ക് എന്ത് ചെയ്യരുത് എന്നാണ് പറഞ്ഞു തന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ബുക്ക് നിങ്ങൾക്ക് വായിക്കണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇതിൽ ബൈങ് ലിങ്ക് താഴത്തെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പം ഈ ഒരു ബുക്ക് വാങ്ങാം. ഓക്കെ, അപ്പോൾ ഇതിലെന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴത്തെ കമൻറ്റായിട്ട് അറിയിക്കാൻ അതിന് റീപ്ലൈ ഇടുന്നതായിരിക്കും. നമുക്ക് മറ്റൊരു ഡേറ്റ് വേണമെങ്കിൽ അതുവരെ ബൈ.